അത് സിന്ധു ചേച്ചി അവള് കുഞ്ഞല്ലേ. എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? 4.5 വയസ്സല്ലേ ഉള്ളു. അപ്പൊ പിന്നെ ചെറിയ മടിയൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാ ആഴ്ചയും ഇല്ലേ കറക്റ്റായിട്ട് വിടണം കേട്ടാ. അവിടെ വന്നിരുന്നൊക്കെ കഴിയുമ്പോഴേ കൊച്ചിന് മറ്റുള്ളവരൊക്കെ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുമല്ലേ. കുറച്ച് നാൾ കണ്ടൊക്കെ ഇരിക്കട്ടെ. വിടണം, വിടാതിരിക്കരുത്, അതാണ് പ്രശ്നം. ഇനി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വിട്ടാ മതി. ഞാനുണ്ടാവും. ശരി എന്നാ കാണാം. ഇച്ചിരി കഴിഞ്ഞാലും കൊണ്ടുവരണം കേട്ടാ. ശരി എന്നാ. അത് അമ്മയടുത്ത് ഡാൻസ് കൊടുക്കുന്ന ഒരു കൊച്ചിൻ്റെ അമ്മ. ചെറുതാണ്, 4.5 വയസ്സേ ഉള്ളൂ. കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അവർക്ക് ഇനി കൊണ്ടുവന്ന് അത് കളിക്കുമോന്ന്. ഇതെന്ത് നിങ്ങൾ കളിക്കാൻ പോകാത്തത്? ഇതെന്താണ് ഇവളുടെ മുഖം വല്ലാതിരിക്കുന്നത്? തല്ലു പിടിച്ചാ? അപ്പ എന്തുപറ്റി? വഴക്കിട്ടാ? പിന്നെന്തുപറ്റി? ഇവളുടെ മുടി ഒരു ബുഷ് എടുത്തിടന്ന് ഇവിടെ മുടിയൊക്കെ വന്ന് കെട്ടി വെച്ച് കൊടുക്കണ്ടായിരുന്നു. എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലേ. ഇവളെന്താടി നോക്കി പഠിപ്പിക്കുന്ന? എന്നപ്പാ എന്തുപറ്റി? ഇങ്ങോട്ട് തന്നെ അമ്മ ചോദിക്കട്ടെ. എന്തുപറ്റി? വിശക്കുന്ന? ചോറുണ്ടായിരുന്നല്ലോ. പിന്നെന്തുപറ്റി? പാല് വെച്ച് തരട്ടെ അമ്മ? ബിസ്ക്കറ്റ് വേണോ? പിന്നെന്താ വേണത്? എന്ത് വേണം? കൊറേ നാളായില്ലേ നമ്മ കഴിഞ്ഞ വർഷം ഈ വെക്കേഷൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. ഇതിപ്പോ എവിടെ നീ ടൂറ് പൊങ്ങി വന്നത്? എങ്ങൊന്നും വന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ച്. ഇവിടെ നിന്ന് ബോറടിക്കണമെങ്കിൽ മൂന്നോടെ പോയി കളിക്കണം. ചെല്ലു പോയി കളിക്കും. എപ്പോഴും കളി, കളിക്കൂലേ? എന്ന് കളിയല്ല, എന്നെങ്കിൽ ബുക്ക് എടുക്ക പഠിക്കാം. എന്റെ പൊന്നമ്മ ഞാൻ എന്തെങ്കിലും പറഞ്ഞോണ്ട് നിങ്ങളിതില്ല അപ്പുറത്തെ തുളസി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ആ പിള്ളേരോട്ട് പോയി കളിക്കിച്ചല്ലേ? 3 പേരോടെ കളിക്കും. സാമ്പ്രാണിക്കൊടിയില്. അപ്പൊ അവിടുന്ന് ആയിരിക്കും ടൂറും പൊക്കിക്കൊണ്ട് വന്നത്. അതിനിപ്പോ അടുത്ത വെക്കേഷൻ ആവാൻ പോകും. കഴിഞ്ഞ വെക്കേഷൻ അച്ഛന് ഭയങ്കര തിരക്ക്. പിന്നെ അല്ലാതെ ഇപ്പൊ പോവും. ഇന്ന് പോണാ? എന്ത് നാളെപ്പാ സ്കൂളിൽ പോണ്ടേ? ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ശനിയും ഞായറാഴ്ച രാത്രി നമുക്ക് ഈ ഞായറാഴ്ച ഇവിടെ പോവാം. മറ്റേ ശംഖുമുഖത്ത് കടപ്പുറത്ത് പോയിട്ട് വേളിയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അമ്മാവന്റെ വീട്ടിലൊക്കെ കയറിട്ട് വരാം. വെക്കേഷനൊക്കെ ഇനി എന്തായാലും അടുത്ത വെക്കേഷനെ പോകാൻ പറ്റത്തുള്ളൂ. അല്ല അച്ഛൻ സമ്മതിക്കത്തൊന്നുമില്ല ടൂറിന് പോകാനൊന്നും. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീയൊക്കെ അച്ഛനടുത്ത് പോയി പറ. ഞാൻ പറഞ്ഞ കേൾക്കത്തൊന്നുമില്ല. ചെല്ലിപ്പോ പറഞ്ഞു നോക്കാന്ന്. ചെല്ലിപ്പോ ബോറടിക്കുന്നെങ്കിൽ ബുക്ക് എടുക്ക്, പഠിപ്പിക്കാം. ലീവൊക്കെ പെട്ടെന്ന് കിട്ടുന്നുള്ളതാണ്. കാരണം വെച്ചാല് നമ്മൾ എന്ത് പറയടി, വെക്കേഷൻ ടൈമാണ്. വെക്കേഷൻ എന്നൊരു പേരെങ്കിലും പറയാം. വെക്കേഷൻ അല്ലാത്ത സമയത്ത് നമ്മൾ പോണെന്ന് പറഞ്ഞാല് വെക്കേഷന്റെ സമയത്ത് എന്തോ പറഞ്ഞത്? കഴിഞ്ഞ വെക്കേഷന് അടുത്ത വെക്കേഷൻ പിള്ളേരെ പറ്റിക്കണേനൊരു പരിധിയില്ല ഏട്ടാ. ഞാനതൊക്കെ പറഞ്ഞു നോക്കി. അടുത്ത വെക്കേഷനാകെ അച്ഛന് പൈസ ഇല്ല അതില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവന്മാര് സമ്മതിക്കണേ ഇല്ല. അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ ടൂറിന് പോയിരിക്കുക. എന്താണ് സാമ്പ്രാണിക്കുടി അവിടെ അവിടെ കളിക്കാൻ വേണ്ടി ചെന്ന്. അപ്പൊ അവര് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് 3 കൂടെ ടൂറും പറഞ്ഞ് വന്നത്. പോവാട്ടുന്ന് വള്ളത്തിലാണ് പോണ്ടത്. നമ്മളങ്ങോട്ട് ആണോ? വള്ളത്തിൽ പോയിട്ട് ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമുക്ക് നടക്കാം വെള്ളത്തിലൂടെ. ഇത്ര വെള്ളം കാണുള്ളൂ. പക്ഷെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി ഭയങ്കര പാടാടിയത്. പിള്ളേർക്ക് അതൊക്കെയല്ലേ രസം. ആഴമൊന്നും ഇല്ലല്ലോ, ഇത്രല്ലേ ഉള്ളു. നമുക്ക് ഇത്ര അവർക്ക് ഇത്ര കാണുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല. നനഞ്ഞാ പെട്ടെന്ന് ഒടിഞ്ഞു വന്നു. എവിടെ പോകാനറിയാം? വർഷോപ്പ് വരെ പാന്ന് കയറിച്ചിറങ്ങിയതാ. എന്ത് രണ്ടുപേരുടെ സേവ് ദ ഡേറ്റ് ആണോ? പിള്ളേർക്ക് ടൂറിന് പോണോന്ന് 3 കൂടെ ഇന്ന് വന്നേക്കുവാ. കച്ചകെട്ടി ഇറങ്ങിയല്ലേ എന്നെ വട്ടം പിടിച്ച്.
അച്ചമ്മയല്ല അപ്പോഴും പറഞ്ഞ കുട്ടികളുടെ സന്തോഷം ഏറ്റവും വലുത്. അവരുടെ സന്തോഷത്തിനെതിരെ എല്ലാ വെക്കേഷനും പറയും അച്ഛാ ടൂറിന് കൊണ്ടുപോകാന്ന്. അത് നിങ്ങളെ കൊണ്ടുപോകത്തില്ല. അവര് പറയണേലും കാര്യമില്ലേ. പിന്നെ എങ്ങും പോവാതെ ഇരിക്കുന്നില്ല സമയം എവിടെ കിട്ടുമ്പോഴേ. എവിടെ ഞാൻ എന്നിട്ട് പറഞ്ഞു നമുക്ക് ശംഖുമുഖത്ത് പോവാന്ന് പറഞ്ഞ്. അപ്പൊ എല്ലാ മൂന്നും കൂടെ എന്നെ എവിടെ പോകാൻ പ്ലാൻ? എന്താ ഒരു എന്താ സാമ്പ്രാണിക്കുടി. സാമ്പ്രാണിക്കൊടി മറ്റേ ഇവിടെ മുട്ടോളം കായലിൽ ഇറങ്ങാൻ പറ്റുന്ന കിടു സ്ഥലം. ഞാനാ പേര് കേട്ടപ്പോ പറഞ്ഞു ദൂരെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ദൂരെ ഒന്നും അല്ല. കൊല്ലത്ത് പോ. കൊല്ലം മണ്ഡലത്തിനടുത്ത് അവിടെ അവിടെ നല്ല വെള്ളത്തിന് ക്ഷാമമാണെന്ന്. വെള്ളം നല്ല സ്ഥലം കിടു സ്ഥലം. പറഞ്ഞു ഇത്രയും വെള്ളം ഉണ്ടെന്ന്. അല്ലെ മുങ്ങി താഴത്തില്ലേ. പോത്ത് ഇപ്പോഴും ഒരു മാറ്റമില്ല. ഇത്രയും വെള്ളം മതിയാ. അപ്പൊ പിള്ളേർക്കൊക്കെ ഇറങ്ങാമല്ലോ. ഇപ്പൊ എന്താണ് എല്ലാവർക്കും പോകണമെന്നാണ് നിർബന്ധം. ഞാൻ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ. ഈ കാര്യം പറഞ്ഞ വേറെ എന്തെങ്കിലും പറയാം അല്ലേ? ഇപ്പൊ എന്നാ പോകാൻ പ്ലാൻ? അപ്പൊ വെള്ളിയാഴ്ച വൈകിട്ട് പോവാം. വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് പോയി ശനിയാഴ്ച അവിടെ വെള്ളിയാഴ്ച സ്റ്റേ ചെയ്യും. ശനിയാഴ്ച ഫുള്ള് കണ്ട് തങ്കശ്ശേരിയും കണ്ട് അതുവഴി വരാം. ഞായറാഴ്ച രാവിലത്തെ ഞായറാഴ്ച രാവിലെ തന്നെ ഉണ്ട്. വൈകിട്ട് വല്ല എത്തിയാൽ മതിയല്ലോ. തിങ്കളാഴ്ചയല്ലേ ഉള്ളു ക്ലാസ്. എല്ലാരും ഉണ്ടോ? പിന്നല്ലാതെ നമുക്ക് മാത്രമായിട്ട് പോകാൻ പറ്റും. തക്കിടുവായിരുന്ന മുൻപന്തിയില് പൊളി. ചേച്ചിയും ക്ലീറ്റോ ചേട്ടനും എല്ലാരും ആയിട്ട് പോവാം. ഞാൻ എടുത്തൊക്കെ ചോദിച്ചു, എല്ലാവരും ചോദിച്ചു മനസ്സിലാക്കുക. എല്ലാരും വരും. ഏട്ടനും ആദ്യം പോവാൻ സമ്മതിക്കും. ഞാൻ സാറിന്റെ സംസാരിച്ചു നോക്കാം. സമ്മതിപ്പിക്കണം. സമ്മതിച്ച് SP ഗ്രാൻഡ് പെർമിഷൻ. ഓക്കെ. അച്ഛാ വരുന്നുണ്ടോ? പിന്നെ ഞാനില്ലാതെ വന്ന ഓളം ഉണ്ടോ? ഓളം അവിടെ ഉണ്ടല്ലോ. ഓളത്തിലാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. ഓളമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. വരുന്നെങ്കിൽ ഞാൻ വരും. വരണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വരും. പറയട്ടെ എന്നവരോട്. ശരി. ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. സന്തോഷമാവും കേട്ടോ മോനിന്. അതിനേക്കാളും സന്തോഷം നിനക്കാ. പിന്നെ എത്ര നാളെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട്. സൂപ്പർ ചെത്തുകളിലും കരിമീൻ കൊഞ്ചും എല്ലാം കിട്ടും. ആണല്ലേ? പിന്നെ തലേന്ന് ആട്ടിച്ചങ്ങ് മറിക്കും. ഇവർക്ക് അതൊക്കെ ഹാളും കൊടുത്തിട്ട് നമുക്ക് റൂം എടുക്കാം. സാമ്പ്രാണി കൊടി പോയി കുടിച്ച് കിടക്കണത് അവിടെ കൊല്ലത്താറ് പഴഞ്ചൊല്ലി തന്നെ ഉണ്ട്. പോടാ. ചീപ്പ് ഒരിക്കലും ഇവിടെ വെച്ചാൽ ഒരു ചീപ്പ് കാണൂല. എവിടെയെങ്കിലും എടുത്തു വെക്കും. അവിടെ ഇരിപ്പുണ്ട് ക്ലീറ്റോ. ഞാൻ വന്ന് എടുത്തു തരണോ? വേണ്ട വേണ്ട, കിട്ടി. അതെ തന്നെ തന്നെ തന്നെ. വെച്ചെടുത്ത് ഇരിക്കില്ല. വാ ഇങ്ങോട്ട്. കഴിച്ചിട്ട് പോട്ടാ. ഇപ്പൊ ഒരു പാല് ചൂടാണ്. ഞാൻ ആറ്റി വെച്ച് തരാം. പാല ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ചായ ആണല്ലോ എനിക്ക് തരാറുള്ളത്. ഇതൊന്നും പാലും. അത് മറ്റേ അവന് മേടിച്ചതിന്റെ കുറച്ച് പാൽ അധികം ഉണ്ട്. പിന്നെ ക്ലീറ്റോ നീ പറഞ്ഞ പോലെ ഗുണമുള്ളതൊന്നും ചെല്ലണില്ല. പാല് കുടിക്കണമെന്ന്, എന്നാലേ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ ശരീരത്ത്. പിന്നെ അല്ല, അതിനകത്ത് ഇനി സോപ്പ് പൊടി വല്ലതും ഇട്ടിട്ടുണ്ടോ പതയ്ക്കാൻ? ഈ പാലില് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടോ പതയ്ക്കാനായിട്ട്? എന്തിനു? വെറുതെ എന്തെങ്കിലുമൊക്കെ കാര്യം കാണാൻ വേണ്ടിട്ട് ഒന്ന് സോപ്പ് പത ഇട്ടാലോ? ഇതാണ് ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാന്ന് പറയാ. എനിക്കിപ്പോ നിങ്ങളെ സോപ്പ് ഇട്ടിട്ട് എന്ത് കിട്ടാനാ? എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് പാല് തൽക്കാലം വേണ്ട. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അല്ല ഇത് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്. ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതല്ലെന്ന്. പിന്നെ കനകൻ പറഞ്ഞു. കനകൻ നമ്മള് പോണ കാര്യേ. നമ്മളെവിടെ പോണു? എന്റെ അമ്മ മറന്നുപോയി. സാമ്പ്രാണിക്കുടിയില്. ശാമ്പ്രാണിക്കുടി. ടൂർ ആരോ പോണെന്ന് പറഞ്ഞത്. ആരോ അല്ല, അവിടുന്ന് പോണം. നമ്മളും പോണ കാര്യം. അവിടുന്ന് പോണ്, നമ്മളും പോണ്. അങ്ങനെ ആ തീരുമാനം അങ്ങനല്ലല്ലോ. അവിടെ ആരൊക്കെ കൂടിയിരുന്ന് തീരുമാനിച്ചു ശാമ്പ്രാണിക്കുടി പോകണമെന്ന്. പറഞ്ഞവരെല്ലാം കൂടി പോകുന്നു. ഞാനോ എൻ്റെ കുടുംബമോ ആ പരിപാടിക്ക് പോകുന്നില്ല. എന്തപ്പോ പോയാലെന്താ കുഴപ്പം? അങ്ങനെ എടുപടിയും തോന്നിയാലും അങ്ങ് പോയാൽ മതി. അടി എടുപടിന്നല്ലല്ലോ, വെള്ളിയാഴ്ച പോവാന്നല്ലേ പറഞ്ഞത്. വെള്ളിയാഴ്ച എനിക്ക് സൗകര്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചോ? ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം എനിക്ക് ഒരുപാട് പാർട്ടി കാര്യങ്ങളുള്ള ദിവസം. വൈകുന്നേരം പോയാ മതി. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ പോവാം. എന്റെ പാർട്ടിയുടെ മീറ്റിംഗ് എന്താണ്? വെള്ളിയാഴ്ച വാങ്ങും, വൈകുന്നേരം ആകുമ്പോൾ തീരുമെന്ന്, അല്ലെ ഉച്ചയ്ക്ക് തീരുമെന്ന് നിനക്കറിയാമോ? ശരി, അന്ന് ഞാൻ അവനോട് പറയാം ശനിയാഴ്ച പോവാന്ന് പറയാം. അതെ, ശനിയാഴ്ച എന്താ ഒരു പരിപാടി ഇല്ലെന്നാ നീ പറയണേ? ആ ഒരാഴ്ച മുഴുവനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പാർട്ടിയുടെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസങ്ങളാണ് മീറ്റിംഗ്. ഇത് വെള്ളി ശനി ഞാനൊരു കാര്യം അവധിയുള്ള ദിവസം ചോദിക്കാം. അപ്പൊ ഇവിടെ ഞാൻ പോണെങ്കിൽ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി
നമ്മളെ മൂന്നാളുടെയും സൗകര്യം നോക്കും. സൗകര്യം നോക്കിയിട്ട് പോകാൻ പറ്റുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും. അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർ വരട്ടെ. ഇതിപ്പോൾ അവരെ തീരുമാനിച്ചതാണെന്നുണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ. അവര് തീരുമാനിച്ചല്ലോ. നീ തീരുമാനിച്ചാ? അങ്ങനെ ഏകപക്ഷീയമായി നീ ഒരു തീരുമാനം എടുക്കാറായോ? നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവല്ല. ആ കാര്യം മറക്കണ്ട. ഈ വീട്ടിൽ ഗ്രഹനാഥനുണ്ട്. ഗ്രഹനാഥൻ്റെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് അത് ഒത്തുപോകുമ്പോഴേ നമുക്കിവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ക്ലീറ്റോ തീരുമാനം എടുക്കാൻ നേരത്ത് ക്ലീറ്റോ കക്കൂസിലായിരുന്നില്ലേ? കക്കൂസിരുന്ന് ഞാൻ ആവിയായി പോയൊന്നുമില്ലല്ലോ. ഞാൻ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ. അപ്പം എന്നോട് ചോദിക്കാമല്ലോ. അപ്പം ഞാൻ വേണ്ട, അതാ ഞാൻ വലുതല്ല, ഞാൻ ആവശ്യമില്ല, നിങ്ങളങ്ങ് തീരുമാനിക്കുന്നു, അതനുസരിച്ച് ഞാൻ അങ്ങനെ ഇങ്ങനെ അടിമയെ പോലെ കൂടണമെന്ന് ഇല്ലേ? നടക്കൂല. ഇവിടെ ഈ വീട്ടിലൊന്നും നടക്കൂല. ഞാൻ പോകും. പോവോ? അവസാനത്തെ പോക്കായിരിക്കും എന്നെ. നീ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ എനിക്ക് വേറൊരു ഭാര്യ ഉണ്ടാവും. എന്തൊരു കഷ്ടമാണ്. ഒരു കഷ്ടമല്ല, കാഷ്ടമല്ല. ഇത് പിള്ളേരുകളിയല്ല. പാർട്ടി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി മാത്രമല്ല, നീ ഒരു കാര്യം ചെയ്താൽ മുത്തുമോള് വേണ്ടേ നമ്മളീ പോകുമ്പോ? ഹോസ്റ്റലല്ലേ? അതുകൊണ്ട് അതിനങ്ങ് ഉപേക്ഷിച്ചു അല്ലേ? നീ ഒരുപാട് മാറിപ്പോവാണ്. നിന്റെ ചിന്തകൾ ശരിയല്ല. ഒരു കുടുംബം ആദ്യം ചിന്തിക്കേണ്ടത് എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ മക്കള്, അത് കഴിഞ്ഞ് അടുത്ത വേറെ ആരും പാടുള്ളൂ. അങ്ങനെ ചിന്തിക്കണം കേട്ടാ. ഞാൻ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതെങ്ങനെ നമ്മളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. എവിടെ സാമ്പ്രാണിക്കൊടിയിലെ ടൂർ പോകുന്നത്? എന്റെ പൊന്നാളിയാ, എന്തോ ഒരു സൂപ്പർ സ്ഥലമാണെന്നറിയാമോ? എന്ത് ആളിയാ, സൂപ്പർ സ്ഥലമാളിയാ, എന്തൊരു വൈബാന്നറിയാമോ അവിടെ? അളിയ കഴിഞ്ഞ ആഴ്ച നമ്മുടെ എൻ്റെ ഉമ്മാടെ അനിയത്തിയുടെ മോള് വന്നില്ലയോ, ഞങ്ങളെല്ലാം അവിടെ ടൂർ പോയിരുന്നു. എൻ്റെ പൊന്നാളിയ കൊട്ട വഞ്ചി, പിന്നെ ആണെങ്കിൽ ഒരു വള്ളത്തിൽ കയറ്റി അവന്മാർ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു ദ്വീപിൽ കൊണ്ടങ്ങ് ഇറക്കും. എൻ്റെ ആളി എന്തോ ഒരു അനുഭവമാണെന്നറിയാം. പിന്നെ അവിടുത്തെ റൂം അക്കോമഡേഷൻ ഒക്കെ ഉണ്ടല്ലോ, റൂമൊക്കെ കാണോളിയാ. സമ്മതിക്കണ അളിയാ, നമുക്കൊന്നും അവിടെ പൈസ കൊടുത്ത് പോകാൻ പറ്റത്തില്ല. അളിയാ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, അളിയ പോകുന്നില്ലേ? ആളിയാ ഇത് മിസ് ചെയ്ത അളിയൻ്റെ കണക്ക് ലോക മണ്ടൻ വേറെ ഒരു മനുഷ്യരില്ല. ഞാൻ എന്തായാലും പോണില്ല, ഒരു വോട്ട്. അളിയാ മിസ് ചെയ്യരുത്, അതായത് പോയി കാണേണ്ട സ്ഥലമാണ്. പൊന്നെ അളിയാ, ഒരു ദിവസം അക്കോമഡേഷൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാം? റൂമൊക്കെ 10,000 രൂപയാണ് റേറ്റ്. 10,000 രൂപയുടെ റൂമെന്ന് പറഞ്ഞാൽ അളി ഒന്ന് ആലോചിച്ച് നോക്കെ എങ്ങനെ ഇരിക്കും ആ റൂമൊക്കെ. ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ കായലിൽ നിന്ന് ലൈവായിട്ട് പിടിച്ചാണ് ഫിഷൊക്കെ തരുന്നത്. പിന്നെ എല്ലാം നമ്മളെ തിന്നാത്ത മീനല്ലേ. പിന്നെ അളിയാ ഇവിടെ അളിയാ എത്ര കരിമീൻ തിന്നിട്ടുണ്ട്? നല്ല കരിമീൻ കഴിച്ചിട്ടുണ്ട് അളിയാ. അളിയാ സാമ്പ്രാണി കൂടി പോകണം, നല്ല കരിമീൻ കഴിക്കണമെന്നില്ല. പറയട്ടെ, നമ്മൾ പട്ടിണി കുടുംബത്തിലെ പട്ടിണിയല്ല, പട്ടിണിയൊന്നുമില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. അളിയാ കരിമീൻ കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. എല്ലാം കഴിക്കും. പിന്നെ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് എന്തൊക്കെയായാലും ഞാൻ പോണില്ലേ. എനിക്ക് അങ്ങനെ അവരെ അളിയാ അങ്ങനെ മിസ് ചെയ്യ പോയ അവന്റെ ഔദാര്യത്തിലാണ് പോവാൻ. പിന്നെ അവൻ ഈ വാ തുറന്ന് എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഞാൻ കൊണ്ടുപോകണമെന്ന്, സാമ്പ്രാണി കൂടി ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എനിക്കാണെങ്കിൽ എച്ച് കണക്ക് പറയണത് ഇഷ്ടമില്ല. എന്റെ പൊന്നളിയ അളിയ ഇത് മിസ്സാക്കരുത്. ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലല്ലേ? കൊല്ലം ജില്ലയിൽ. ഈ കൊല്ലം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലല്ലേ? കേരളത്തിലാണ്. ഇല്ല, കേരളത്തിൽ നിന്ന് ഇതിനടുത്ത് മാറ്റിക്കളയൊന്നുമില്ലല്ലോ സാമ്പ്രാണിക്കോടെ പെട്ടെന്ന്. അതില്ല, അവിടെ നിന്ന് അപ്രതീക്ഷമാവുന്നില്ലല്ലോ. അത് അവിടെ തന്നെ കാണുമല്ലോ. പ്രത്യേകിച്ചൊന്നും ആവില്ല. എൻ്റെ പൈസയും സൗകര്യം വരുമ്പോൾ ഞാൻ കുടുംബത്തോടെ പോയി കണ്ടോളാം കേട്ടോ. നീ കണ്ടെങ്കിൽ നീ ആസ്വദിച്ചല്ലോ, മതി വെച്ചോ. നീ ആ കഥയൊന്നും പറയണ്ട, മതി. ആളിയ വേണമെങ്കിൽ സ്വന്തമായിട്ട് പൈസ മുടക്കിയൊന്നും പോകാൻ പറ്റത്തില്ല. ലില്ലി എന്തോ നടക്കൂലടി. എന്താണ് ടൂറ് നിങ്ങൾ വെക്കോ? എന്താ കാര്യം? ഓ ക്ലീറ്റോ അമ്പിനും വില്ലിനും അടുക്കണില്ല, മെനകെട്ടത്. എന്തൊരു കഷ്ടമാണ്. പൈസ ഒന്നും മുടക്കണ്ട, കൂടെ ഒന്നും അല്ല, നമ്മളെല്ലാരും കൂടി ആലോചിച്ച് ക്ലീറ്റോനോട് ആലോചിച്ചില്ലാന്ന്. ഇത് പണ്ടേ ഉള്ളതാണ് ഈ ക്ലീറ്റോ ചേട്ടന്. ഞാൻ എന്തോരം പറഞ്ഞ കാല് പിടിച്ച് പോവാൻ ക്ലീറ്റോ എന്നും പറഞ്ഞിട്ട് അപ്പൊ പറയണ എന്റെ ഭാര്യേനെയും കൊച്ചിനെയും കൊണ്ടുപോകാൻ എനിക്കറിയാം. അപ്പൊ എന്റെ സൗകര്യവും ഇവിടുത്തെ എല്ലാവരുടെ സൗകര്യം നോക്കിയിട്ട് ഞാനും എന്നിട്ട് മൊത്തം കൊണ്ടുപോകും. ഭയങ്കര കൊണ്ടുപോകും. ഞാൻ പോയി പറയട്ടെ? ഓ ആര് പറഞ്ഞാലും കേൾക്കൂല. അന്ന് പിന്നെ ക്ലീറ്റോ ചേട്ടൻ വരണ്ട, നമുക്കങ്ങ് പോകാം. ഓ ഞാനില്ലടി. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു പറഞ്ഞപ്പോഴത്തേനും നീ തിരിച്ചു വരുമ്പോ ഇവിടെ എനിക്ക് വേറെ ഭാര്യ ഉണ്ടാവുന്ന. കെട്ടിയിട്ടൊന്നും അല്ല ഞാൻ പറയണത്, എന്നാലും പിന്നെ വാദമായിരിക്കും എന്തിനും. ചേച്ചി ആ കൊച്ചി എന്തോരം ആഗ്രഹിച്ചാന്നറിയാമോ? ഞാൻ അവനെ മാത്രം വിടാൻ പറ്റുമോ നോക്കട്ടെ. സമ്മതിക്കൂല. ഇതൊക്കെ ഭയങ്കര വാശി തന്നെയാണ് കേട്ടോ. പാർട്ടിന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുമല്ലോ, ഞാൻ വിടാൻ ഞാൻ ശരിക്കും എന്തോരം ആശിച്ചതാണ്. ഏട്ടൻ മോര് സമ്മതിച്ചതാണ്. എന്ത് ചെയ്യാനാ ഉച്ച? ഏട്ടനെ കൊണ്ട് സംസാരിപ്പിച്ചാലോ? സംസാരിപ്പിച്ച് നോക്കുവോ? അത് ചിലപ്പോ നടക്കുമായിരിക്കും. സന്തോഷിച്ചു വന്നതായിരുന്നു.
സാരമില്ല, നിങ്ങളാണെങ്കിലും പോയിട്ട് വാ. അങ്ങനെ പോവണ്ട, പോവുകയാണെങ്കിൽ എല്ലാരും കൂടെ പോവും. അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ. ഇത് മൂരാച്ചി ഇങ്ങനെ ആയിപ്പോ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകത്തുമില്ല, കൂടെ വരുത്തുമില്ല. എന്തൊരു കഷ്ടമാണ്. അതെനിക്കറിയാം. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ കുടുംബമൊക്കെ ആയിട്ടൊരു ചെറിയൊരു ഇവിടെ ഒരു യാത്ര ഇങ്ങനെ ഇല്ല, നാളത്തെ അല്ല അത്ര പ്രധാനപ്പെട്ട മീറ്റിംഗ് ഒന്നും അല്ലല്ലോ. ഇല്ല. അപ്പം നാളത്തെ കാര്യം അത് പറഞ്ഞ പോലെ തന്നെയാണ്. ആ മീറ്റിങ്ങിന് മാറ്റമില്ല, അത് ആ സമയത്ത് നടക്കും. എന്തോന്നിടേ, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാണെന്ന് അറിയാമല്ലോ, പിന്നെന്താ സംശയം? ശരി ഇനി ഇതുപോലത്തെ സംശയങ്ങൾ ചോദിക്കണ്ട കേട്ടോ. എന്തോടെ അല്ല, നാളത്തേക്ക് മീറ്റിങ്ങിൻ്റെ കാര്യം പറയായിരുന്നേ. ഓരോരുത്തർക്ക് സംശയം, നാളെ മീറ്റിംഗ് കൃത്യസമയത്ത് തുടങ്ങുമോ എടുക്കുമോ എന്നൊക്കെ ഉള്ളത്. മീറ്റിംഗ് ഉണ്ടാവോ? മീറ്റിംഗ് ഉണ്ടല്ലോ, അതല്ലേ പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ ഇപ്പം എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ നമ്മളിപ്പോൾ? എല്ലാവരും പൊയ്ക്കോ. എല്ലാവരും എന്ന് പറയുമ്പോൾ നീ കൂടെ പെട്ടിട്ടല്ലടാ എല്ലാവരും ആവണത്, അല്ല പിന്നെ ഞാൻ അതിൽ പെടുമെങ്കിൽ എന്നോട് നിങ്ങൾ ആലോചിച്ചില്ലല്ലോ. നിങ്ങൾ തീരുമാനിച്ചു, ഇങ്ങനെ വരുന്നോന്ന് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതിലാണ് സംഭവിച്ചത്. അപ്പം അങ്ങനെ വരാൻ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ട്. മക്കളെല്ലാം ഇവിടെ ഇവിടെ ലില്ലി എടുത്ത് പ്രഷർ ചെയ്തു. രണ്ടുപേരെ എല്ലാം 3 പേരുടെ ചേർന്ന് ഇരുന്ന് അവളെ പറഞ്ഞ് ധരിപ്പിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വന്നപ്പോൾ അവളും പറഞ്ഞു, റൊണാൾഡും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എങ്കിൽ ഇപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് ലീവ് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. സാറ് ശ്രമിക്കാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഏകദേശം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം നീടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോകാമല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ സാറന്മാരെയൊക്കെ കണ്ട് അതെല്ലാം ഔദ്യോഗികമായിട്ട് ചോദിച്ച് അതിനെല്ലാം സൗകര്യമൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷേ എൻ്റെ സാറിനോട് അങ്ങനെ ചോദിക്കാവില്ല, സാറിന് ഇഷ്ടപ്പെടില്ല അതൊന്നും. സാറിന് അതൊക്കെ നേരത്തെ മുൻകൂട്ടി ഒരു 10-15 ദിവസം മുമ്പെങ്കിലും നമ്മളിത് അവതരിപ്പിക്കണം. പിന്നെ ഈ സാമ്പ്രാണി കുടി എന്ന് പറയുന്നത് അവിടെ നിന്ന് സ്ഥലം മാറിയൊന്നും പോകില്ല, അത് അവിടെ തന്നെ കാണും, പിന്നെ ആയാലും പോവാം. അപ്പം അത്ര അത്യാവശ്യമൊന്നുമില്ലല്ലോ. നീ വന്നില്ലെങ്കിൽ തങ്കം പിന്നെ വരാൻ മടിക്കും. തങ്കം ഞാൻ പറഞ്ഞല്ലോ, തങ്കത്തിനെ ഞാൻ പിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫാമിലിയായിട്ട് പോവാം. അത് ഇനി എൻ്റെ സൗകര്യം, പിന്നെ അവളെ സൗകര്യം, തക്കടുവിൻ്റെ സൗകര്യം, ഒപ്പം മുത്തും കൂടെ ഉള്ള ദിവസമാണെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്യണം. അങ്ങനെ നോക്കാം. വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഡേറ്റ്. എനിക്ക് എൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും നമ്മളെ ചോറല്ലേ അത്, അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. മാറ്റൊന്നും വരില്ല. ചെറിയ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്കല്ലേ, അത് വാക്കാണ്. നേരത്തെ കേട്ടാ. അതങ്ങനെയാണ്. ശരി, പിന്നെ നടക്കട്ടെ നിന്റെ വാക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചവരെല്ലാവരും കൂടെ പോയി ആസ്വദിക്കും. ശരി, ഞങ്ങൾ ആസ്വദിക്കാം. പിന്നെ വിളിച്ചാവട്ടനെ വരാം ഞാൻ. നീ ഇനി ഒരു 3 പ്രാവശ്യം കൂടെ വന്ന് എൻ്റെ കാല് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പം ഞാൻ സമ്മതിക്കാം. ഇത് മറ്റേ റൈറ്റർ വണ്ണമുള്ള സാറിന്റെ എന്താ പുള്ളിയുടെ പേര്? ആണ്, നല്ല കളറ്. ഇതാ എല്ലായിടത്തല്ലേ ഡിക്കി താക്കോല്. ഒരു തവണ മക്കളെ തക്കടോ ഓടിവാ. എന്റെ നിന്റെ എനിക്ക് വേറെ ചെരുപ്പിടില്ല. അതൊക്കെ വേറെ ബാഗിലുണ്ട്. ഇപ്പൊ അവിടെ ഞാൻ പിടിച്ചതാ. മാറി പിടിക്കണ കയറി മക്കള് കയറി. ബാഗൊക്കെ എല്ലാം വെച്ചാ, 2 ബാഗും വെച്ചാ. തങ്കച്ചേട്ടത്തേക്ക് ഭാഗമുണ്ട്, അതുകൂടെ നോക്കണം. അതും കൂടെ ചേച്ചി വരുന്നു. പെണ്ണേ ഇത് എന്തോ ഇത് എങ്ങനെയുണ്ട്? അപ്പൊ ഒരു കാര്യമുണ്ട്. എല്ലാരും ശ്രദ്ധിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എപ്പോഴും നമ്മളെ കൂട്ടത്തിൽ നിന്നോളണം. അതെ അതെ, മനസ്സിലായല്ലോ. കട അവിടെ വലിയ തിരക്കില്ലാത്ത സ്ഥലമല്ലേ? തിരക്കുണ്ടാവും. നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. നിങ്ങൾ 3 പേരും ഒരു സെറ്റ് ആയിരിക്കണം കേട്ടോ മക്കളെ. 3 പേരല്ലേ, ഓരോരുത്തരെ കൈ പിടിച്ചാ പോരെ? എങ്ങനെയുണ്ട് ചുരിദാറ്? ഞാൻ ഇപ്പഴേ ചേച്ചിയുടെ കേട്ടാ കറക്റ്റ് ആയല്ലേ? ഇച്ചിരി അഴിച്ചു ഞാൻ. താക്കോല് എടാ, ഇത് വാതിലൊന്നും പൂട്ടിയിട്ടില്ല. ഞാൻ ക്ലീറ്റോനോട് വിളിച്ചു പറയാം നമുക്ക്. ഞാനാ ഫ്രണ്ടില് ഞാൻ എങ്ങനെ ഫ്രണ്ട് ഇരിക്കാം? ഏട്ടനോട് പറഞ്ഞല്ലോ ഞാൻ ഫ്രണ്ടിൽ. എടി, നമുക്ക് ബാക്കിൽ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. തിരിച്ചു വരുമ്പോ ഞാൻ ഫ്രണ്ടിൽ. ഓ ആയിക്കോട്ടെ. തക്കടു നിങ്ങൾ വേഗം വാ ഇങ്ങോട്ട്. ഞാൻ നോക്കി അടുത്ത് സാധനം എല്ലാം എടുത്തായിരുന്നല്ലേ? അപ്പോഴേ പോയിട്ട് വരാട്ടാ. ടൂറിന് പോണ കാര്യം പറഞ്ഞു. സാമ്പ്രാണിക്കുടിയില് ഞാൻ നമ്മൾ പോകാൻ പറഞ്ഞില്ലല്ലോ. ഇത്രയും ദിവസം ഇന്ന് പറഞ്ഞത് അല്ല, ഞാൻ പോണ കാര്യമൊന്നും കുഴപ്പമില്ല. നീ വരുന്നില്ല. പക്ഷെ മീറ്റിംഗ് മാറ്റി വെച്ചു കേട്ടോ. എന്റെ പൊന്നെ, നന്നായി. വീട്ടിൽ ആളുണ്ടാവുമല്ലോ. ഗ്രില്ലൊന്നും കൂട്ടിയിട്ടില്ലേ? ഭക്ഷണം ഇവിടെ ഇരിക്കുന്നത്, അവിടെ ഇല്ല. ഇവിടെ പോയിട്ട് വരാവേ. ബൈ ബൈ.
ഡാഡി വരുന്നില്ലേ? ഇല്ല മക്കളെ, ഡാഡിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ആ വാക്ക് ഡാഡി മാറ്റി പറയാനില്ല. അല്ല അതുമല്ല വരണമെങ്കിൽ തന്നെ വണ്ടി സ്ഥലമില്ലല്ലോ. അവനല്ല അച്ഛൻ കയറി പെട്ടെന്ന്. എന്നാ ശരി ഗ്ലീറ്റോ, പോയിട്ട് വരാം ഞായറാഴ്ച. നീങ്ങിരിക്കും മോനെ. പോട്ടെ ചേട്ടാ, ടാറ്റാ. AC പിന്നെ ഇടാം കേട്ടോ. ആ സ്ഥലം കാണണം. ടാറ്റാ. ഫോണൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. ടാറ്റാ. മക്കളെ പോയിട്ട് Aliens.